അത് ഈ കേസല്ല, അടുത്തത്. ഇതിന്റെ ഒരു കോപ്പി എടുത്തു. വരൂ. നമസ്കാരം. നമസ്കാരം. ഇരിക്കെ. വേണ്ട മാഷേ. ഓ രാഘവ മാഷ് എന്താ ഇവിടെ? അത് ഞാൻ ആരാണെന്ന് മാഷിന് മനസ്സിലായില്ലേ? പണ്ടത്തെ പോലെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല മോളെ. ഒന്നും തോന്നരുത് മോളെ. അതൊന്നും കുഴപ്പമില്ല മാഷേ. എന്റെ പേര് മഞ്ജു. ഓ ആ നമ്മുടെ മാധവന്റെ മോള്. ഓ നീയും അച്ഛനെ പോലെ പോലീസായി അല്ലേ? നന്നായി. അല്ല, നിനക്കൊരു അനിയത്തി ഉണ്ടായിരുന്നില്ലേ? ആ, മഹിമ. അവളിപ്പോ മെഡിസിന് പഠിക്കുക. ഓ അല്ലെങ്കിലും അവള് പണ്ടേ പഠിക്കാൻ നല്ല മിടിക്കായിരുന്നു. എന്താ മാഷേ ഈ വഴിക്കൊക്കെ? ഞാനൊരു പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുകയാണ് മോളെ. എന്റെ മോള് കല്യാണം കഴിഞ്ഞ് അങ്ങ് ഓസ്ട്രേലിയയിൽ ഭർത്താവിന്റെ കൂടെ ജോലി ചെയ്യുക. പ്രേമിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് സ്ത്രീധനം ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. എന്നാലും എന്റെ ഒരു സന്തോഷത്തിന് അവർക്ക് വേണ്ടി നാട്ടിലൊരു വീട് പണിത് കൊടുക്കണമെന്ന് തോന്നി. അതിനുവേണ്ടി ഞാൻ ചേർത്ത് വെച്ച കാശ് മുഴുവൻ കൊടുത്ത് കുറച്ച് സ്ഥലം വാങ്ങി. വീട് വെക്കാനുള്ള കാശ് സംഘടിപ്പിക്കാൻ എനിക്ക് കുറച്ച് സമയമെടുത്തു. അത്രയും കാലം എനിക്ക് ആ പരിസരത്തേക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ല. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ആ എഞ്ചിനീയറുടെ കൂടെ സ്ഥലം നോക്കാൻ പോയപ്പോൾ അവിടെ ചിലര് സ്ഥലം കയ്യേറിയെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ എല്ലാ ഡോക്യുമെന്റ്സും ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ട് കൂടി അവർ സ്ഥലം വിട്ടു തരുന്നില്ല. അതെന്താ, അവര് ഗുണ്ടായിസം കാണിക്കാണോ? ഇത് എന്റെ മാത്രം പ്രശ്നമല്ല സാറേ. പലരുടെയും സ്ഥലം കയ്യേറിയിട്ടാണ് അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നത്. പരാതി കൊടുക്കാൻ ആർക്കും ധൈര്യമില്ലാത്തതുകൊണ്ടാ ഈ അനീതി തുടരുന്നത്. അല്ല, എനിക്കും ധൈര്യം ഉണ്ടായിട്ടൊന്നും അല്ല. ഇത്രയും പ്രായമായില്ലേ, ഇനി മേലും കീഴും നോക്കാനില്ലല്ലോ. അതുകൊണ്ടാ രണ്ടും കൽപ്പിച്ച് പരാതി കൊടുക്കാൻ തീരുമാനിച്ചത്. മാഷ് ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇതിന് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ആരാ മാഷിന്റെ സ്ഥലം കയ്യേറിയത്? ഗോപാൽജിയുടെ ശാലിനി കൺസ്ട്രക്ഷൻസ്. അവർക്ക് പുഴയോരം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങളുടെ സ്ഥലം കയ്യേറിയത്. പല സർക്കാർ ഉദ്യോഗസ്ഥരും ഇതിന് അയാൾക്ക് കൂട്ടുനിൽക്കുന്നുണ്ട്. നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ മാഷെ ഈ തീരുമാനത്തിലെത്തിയത്? അതെ മാഡം. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ് ആ സ്ഥലത്തിന് മീതെ ചെലവഴിച്ചത്. അത് കൈവിട്ട് പോയാൽ സഹിക്കാൻ പറ്റൂ? പറ്റില്ല. അപ്പൊ മാഷിന്റെ പ്രശ്നം ആ സ്ഥലം അല്ല, കാശാണ്. ആ സ്ഥലത്തിന് മാഷ് ചെലവാക്കിയ കാശ് എത്രയാന്ന് വെച്ചാ അത് ഞാൻ ഗോപാൽജിയോട് പറഞ്ഞു വാങ്ങിച്ചു തരാം. കോടതിയിൽ പോയി വർഷങ്ങൾ എടുക്കുന്ന പരിപാടിയൊന്നും അല്ല ഞാൻ പറയുന്നത്. നാളെ തന്നെ റെഡി ക്യാഷ് ആയിട്ട്. വേണമെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടതിന് ഒരു തുക പലിശയായിട്ട് കണക്കാക്കി തരാനും പറയാം. മാഡം എന്താ ഈ പറയുന്നേ? ആ സ്ഥലത്തിന്റെ വില ഇപ്പോഴതൊന്നും അല്ല. മാഷിന് സംഭവിച്ച നഷ്ടം നികത്താന്ന് പറഞ്ഞിട്ടും ഇനിയും പ്രശ്നത്തിന് പോണോന്നാണ് തീരുമാനമെങ്കിൽ ഇത് ആർത്തിയാ. എനിക്ക് അവകാശപ്പെട്ട സ്ഥലം തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താണ് ആർത്തി? അനിതേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ വരണ്ട. താൻ തന്റെ ജോലി നോക്ക്. ഞാൻ എന്റെ ജോലി തന്നെയാ ചെയ്യുന്നത്. പ്രായമായ ഒരു മനുഷ്യൻ അപകടത്തിലേക്കാണ് പോകുന്നതെന്നറിഞ്ഞിട്ടും കൈയും കെട്ടി നോക്കിയിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. മാഷിനെ കണ്ടാ അറിയാം വെറും ഒരു സാധുവാണെന്ന്. പക്ഷേ മാഷെ എതിർക്കുന്നവരെ വെറും വൃത്തികെട്ടവന്മാരാ. സ്ഥലം കയ്യേറുന്നത് മാത്രമല്ല, തല്ലും തട്ടിക്കൊണ്ടുപോലും കൊലപാതകമൊക്കെ ചെയ്യുന്ന ആൾക്കാരാ. അവരോടൊക്കെ ഉടക്കാൻ ചെന്നാലേ അവസാനം ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും. ഈ പറയുന്ന പോലീസുകാരൊന്നും കൂടെ നിൽക്കാൻ ഉണ്ടാവില്ല. അല്ല, മോള് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. മോള് കാണിച്ച കരുതലിന് നന്ദിയുമുണ്ട്. എനിക്ക് വലിയ ആരോഗ്യമൊന്നുമില്ല. പക്ഷെ ശരിയും തെറ്റും തമ്മിൽ
തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധിയുണ്ട്. നിയമത്തിലും ദൈവത്തിലും വിശ്വാസമുണ്ട്. എന്നെ ആ വിശ്വാസം രക്ഷിച്ചോളും കേട്ടോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. മാഷ് പഴയ ആളായതുകൊണ്ടായിരിക്കും. കൊണ്ടു പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. മാഷ് പേടിക്കണ്ട, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. ആധാരത്തിന്റെ കോപ്പിയും മറ്റു വിവരങ്ങളും നാളെ രാവിലെ ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് കൊണ്ട് തന്നാൽ മതി. വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാം. ശരി ശരി മോളെ. ശരി. പോട്ടെ സാറേ. ശരി മാഷെ. അനിത ഈ വിവരം ഗോപാലിനെ വിളിച്ച് അറിയിക്കുമെന്ന് ഉറപ്പാണ് സാർ. ഇത്തവണ ഗോപാൽജിക്കെതിരെ തെളിവുള്ള ഒരു കേസല്ലേ കിട്ടിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും നടപടിയെടുക്കാം. അനിതേതരാ കാണുന്നു പറഞ്ഞേ. ഗോപാൽജിക്ക് കണ്ടകശനിയാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തീരുമ്പോ പണികൾ കിട്ടിക്കൊണ്ടിരിക്കൂ. നീ ടെൻഷൻ എടുപ്പിക്കാത്ത കാര്യം എന്താന്ന് വെച്ചാ പറ. ഗോപാൽജിയുടെ ശാലിനി കൺസ്ട്രക്ഷൻസിനെതിരായി ഞങ്ങളുടെ സ്റ്റേഷനിൽ ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ട്. ആ അതിപ്പോ പുതിയ കാര്യമൊന്നുമല്ലല്ലോ. കുറെ ആളുകള് ഞങ്ങളുടെ സ്ഥാപനത്തിനെതിരെ കേസുകൾ കൊടുക്കാറുണ്ട്. അതൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയല്ലേ ഞങ്ങളുടെ കമ്പനി വക്കീലന്മാരെ വെച്ചിരിക്കുന്നത്. ഈ കേസ് കൊടുത്ത ആള് നല്ല പ്രായമുള്ള റിട്ടയർഡ് ആയ ഒരു അധ്യാപകനാ. അയാൾക്ക് മേലും കീഴൊന്നും നോക്കാനില്ല. അയാൾ എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോകും. അയാളുടെ കയ്യിൽ പേപ്പേഴ്സ് എല്ലാം കൃത്യമായിട്ടുള്ളത് കൊണ്ട് കേസ് അയാൾ ജയിക്കാനാ സാധ്യത. എന്താ അയാളുടെ പേര്? രാഘവൻ മാഷ്. നമ്മുടെ പിള്ളേരോട് പറഞ്ഞ് 2 തട്ട് കൊടുത്താൽ മതി, എല്ലാം ശരിയാവും. വേറൊന്നുമില്ലല്ലോ. ഒരു കാര്യം കൂടി കൗതുകം കൊണ്ട് ചോദിക്കോ, ഗിരിയെ കൊല്ലാൻ ശ്രമിച്ചത് ഗോപാൽജിയാണോ? അവന് ഈ നാട്ടിൽ ഇഷ്ടം പോലെ ശത്രുക്കളില്ലേ. അവനെപ്പോഴും എന്ത് സംഭവിച്ചാലും ആദ്യം എന്നെ സംശയിക്കുന്നത് ശരിയല്ല കേട്ടോ. സാറ് പറയുന്നത് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. എന്നാലും തൽക്കാലത്തേക്ക് ഞാൻ ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തുക. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ തുടരാം. മാഷേ, രാഘവൻ മാഷല്ലേ? അതെ. ആരാ മനസ്സിലായില്ല? ഞങ്ങളെ മാഷിന്റെ പഴയ വിദ്യാർത്ഥികളാ. അന്ന് മാഷ് ഞങ്ങളെ കുറെ തല്ലിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാ അതിന് പകരം വീട്ടുള്ള അവസരം കിട്ടിയത്. മാഷേ, ഗോപാലിക്കെതിരെ കേസ് കൊടുക്കും അല്ലേ മാഷേ? നിങ്ങൾ നല്ലത്. ഞാനൊരു വയസ്സല്ല. ഇതേ മാഷിന്റെ വിദ്യാർത്ഥികളല്ല, എന്റെ പിള്ളേരാ. തനിക്ക് പ്രായമായതുകൊണ്ട് മേലും കീഴും നോക്കാനില്ല എന്ന ധൈര്യത്തിലായിരിക്കും എന്നെ എതിർക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ തനിക്ക് ഈ ലോകത്ത് ബാക്കിയുള്ള കുറച്ച് സമയം തന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കാൻ എന്നെ കൊണ്ട് പറ്റും. അത് വേണോ മാഷേ? താ മര്യാദക്ക് ഞാൻ തരുന്ന കാശും വാങ്ങി പരാതിയില്ലെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് പോകണം. അത് എന്റെ സ്ഥലമാണ്. ഞാൻ എന്തിനാ അത് തനിക്ക് ചെയ്യുന്നത്? തനിക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായില്ലടൂ മണ്ട മാഷേ.